എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുപോലെ ജമന്തി ചെടിയിലും റോസാ ചെടിയിലും ഒക്കെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗവും കറക്റ്റ് രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും ചെയ്തു കൊടുത്തേ മതിയാവത്തുള്ളൂ. നമ്മുടെ റോസാ ചെടിയിലൊക്കെ ഇതുപോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് പൂക്കൾ വാടി തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ ഇതൊരു 2 ഇല 3 ഇല താത്തി വെച്ചിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ് പ്രൂണിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട്, അതായത് റോസ താത്തി പ്രൂൺ ചെയ്യുന്നതാണ് ഹാർഡ് പ്രൂണിംഗ്. ഇങ്ങനെ പ്രൂൺ ചെയ്താൽ മതി നമുക്ക് തൽക്കാലം. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ മാത്രം ഒന്ന് ഹാർഡ് പ്രൂണിംഗ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം ഇതുപോലെ സോഫ്റ്റ് പ്രൂണിംഗ് ആണ് റോസകൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ചിരട്ട, നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ചിരട്ടയല്ലേ, ഇതൊക്കെ നമ്മൾ കത്തിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക. നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ലവണ്ണം പൂക്കൾ തിങ്ങി നിറയാനായിട്ടും എല്ലാ ചെടികൾക്കും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഏത് ചെടികൾക്കും, ജമന്തി ചെടി മുതൽ റോസാ ചെടി വരെ ഏത് ചെടികൾക്കും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ജമന്തി ചെടിയൊക്കെ ഒരുമാതിരി പൂക്കൾ ഉണ്ടായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇരട്ടി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും. നമ്മുടെ ഈ പൂക്കളുണ്ടാകുന്നതിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരുന്നിട്ട് അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മുരടിച്ച് പോകും. അതുകൊണ്ട് ഒന്ന് പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ തിങ്ങി നിറഞ്ഞ മുട്ടുകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. പ്രത്യേകിച്ച് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്ന ജമന്തി നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ പൂക്കൾ ഒന്ന് വന്നതിന് ശേഷം നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇത് ഞാൻ നിലത്താണ് ജമന്തി ചെടി വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നിലത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടിച്ചെടിയിലായിട്ടും ഒക്കെ ജമന്തി ചെടിയുണ്ട്. നല്ല രീതിയിൽ ബുഷിയായിട്ട് ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് വളർന്നു വരും. പിന്നെ അതിൽ ധാരാളം കുഞ്ഞു ഒരുപാട് മൊട്ടുകളും വന്ന് നിറയാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്ന മൂലം നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ജമന്തി ചെടിക്കും റോസാ ചെടിക്കും ഒക്കെ കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ജമന്തി ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന മണ്ണും മണലും ഒക്കെ കൂടി ഒരു പോട്ട് മിക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ജമന്തി ചെടിയുടെ പെട്ടെന്ന് ആ ഒരു മണ്ണൊക്കെ ഡ്രൈ ആയിട്ട് ഈ വേരൊക്കെ ഇറുകി നിന്നിട്ട് അതിനെ ശ്വാസം വിടാത്ത രീതിയിൽ ആ ചെടി മുരടിച്ചു പോകും. പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാവാൻ പാടാണ്. അതിന് ലൂസായിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ് എപ്പോഴും ജമന്തി ചെടിക്ക് നല്ലത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. ഒരുപാട് പേര് ജമന്തി ചെടിയൊക്കെ നേഴ്സറിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ കുറേ കെടുവളങ്ങളൊന്നും കൊടുക്കണ്ട, ലൈറ്റായിട്ടുള്ള വളങ്ങൾ കൊടുത്ത് ഒന്ന് പോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതായത് മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി ഒന്നും വേണ്ട. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അപ്പോൾ ഇടുന്ന വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും മണ്ണും മണലും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പോട്ടി മിക്സ്, ലൂസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മുടെ ജമന്തി ചെടി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും മണ്ണ് ഒരു ഇളക്കമുള്ള മണ്ണായിരിക്കും. ഇല്ലെങ്കിൽ മണ്ണ് കട്ടയായിട്ടിരുന്നിട്ട് ഈ ജമന്തി ചെടിയിൽ പൂവൊന്നും ഇടാതെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പം ജമന്തി ചെടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് നിലത്ത് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം. നിലത്താണെങ്കിലും അതുപോലെ തന്നെ ചെടിച്ചെടിയിലാണെങ്കിലും നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ചിരട്ട വളം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കാം. അപ്പം 2 ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ചിരട്ടയിലെ ആ ഒരു തേങ്ങ ചൊരുമ്പ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ ഒരു 1.5 കപ്പോളം വലിയൊരു കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിരട്ടയുടെ 2 പീസ് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. ഈ ചിരട്ടയിലുള്ള എല്ലാ ഇതും അതിനകത്തേക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 2-3 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേയിലപ്പൊടി കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എത്ര വേണം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേയിലപ്പൊടിയിൽ ധാരാളം NPK ഉണ്ട്. അതുപോലെ ചിരട്ടയുടെ വെള്ളത്തിലും ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിരട്ട വെള്ളം നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. അപ്പം നമ്മൾ തേങ്ങാവെള്ളമൊക്കെ എടുക്കത്തില്ലേ, തേങ്ങാവെള്ളത്തിനകത്ത് ധാരാളം നൈട്രജൻ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരട്ടയുടെ ഈ ഒരു ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചിരട്ട നമ്മുടെ ശരീരത്തിൽ, അതായത് കൊളസ്ട്രോൾ കുറയാനായിട്ടൊക്കെ ഈ ചിരട്ട നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോളൊക്കെ കുറയുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു ദിവസം മാറ്റിച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ 1-2 ദിവസം മാറ്റി വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരു ദിവസം മാത്രമേ വെച്ചുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ആ ചിരട്ട പീസ് അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു പിന്നെ ഫെർട്ടിലൈസർ കിട്ടും. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കണം. കാരണം ഇത് നമ്മുടെ ചെടികൾക്ക് ഇലമുരടിപ്പിനും ഫംഗൽ ഡിസീസിനും ഒക്കെ നല്ലതാണ്. മഞ്ഞൾപ്പൊടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിനോടൊക്കെ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് തുണിയിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ 1 ലിറ്റർ വെള്ളം മാത്രം ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെടികളുടെ ചോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ 2-3 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഓരോ കപ്പോ 1/2 കപ്പോ വീതം, വലിയ ചെടിച്ചട്ടിക്കൊക്കെ ആണെങ്കിൽ 1 കപ്പ് വീതവും, ചെറിയ ചെടിച്ചട്ടിക്കാണെങ്കിൽ 1/2 കപ്പ് വീതവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജമന്തി ചെടിക്കും അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്കും എല്ലാം ഒരുപോലെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അതുപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഇലച്ചെടികൾക്കൊക്കെ നല്ലതാണ്. മണി പ്ലാന്റ് അതുപോലുള്ള ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ജമന്തി ചെടി നമ്മൾ പ്രൂണിങ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. നല്ല ബുഷിയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയും. അതുപോലെ തന്നെ റോസാ ചെടി നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് ആദ്യ സമയങ്ങളിലുണ്ടാകുന്ന പൂക്കളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ തളിർപ്പുകൾ വന്നിട്ട് ആ കുറേ ശിഖരങ്ങളായിട്ട് വന്നിട്ട് അതിലെല്ലാം മൊട്ടുകൾ നിറയാനായിട്ട് സഹായിക്കുന്നു. പ്രൂണിങ് ചെടികളിലെ ഏറ്റവും പ്രധാന ഒരു കാര്യമാണ് പ്രൂൺ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂണിങ്ങിന് ശേഷം ഇതുപോലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ തളിർപ്പുകളും ഒരുപാട് പൂമുട്ടുകളും ഒക്കെ നിറയാൻ സഹായിക്കുന്നു. ഏത് ചെടികൾക്കും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോൾസൺ ചെടിക്കും എല്ലാ ചെടികൾക്കും ഒരുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ.